ഗാസയിൽ ഹമാസിനെതിരായ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അവരുടെ സർവനാശം കണ്ടേ ഇനി പിന്നോട്ട് പോവുകയുള്ളൂ. ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലികളെ എന്ത് വില കൊടുത്തും ഹമാസിന്റെ തടങ്കലിൽ നിന്നും പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ ഗാസ പുറത്തുവിട്ട ഒരു ചിത്രമാണ് വലിയ രീതിയിൽ വൈറലായി മാറുന്നത്. ബന്ദികളാക്കപ്പെട്ടവരുടെ പേരിൽ വിടവാങ്ങൽ പോസ്റ്റർ ഒരുക്കിയിരിക്കുകയാണ് ഹമാസിലെ സായുധ സേനാ വിഭാഗം. ഏകദേശം 40-ലധികം പേരുടെ ചിത്രങ്ങൾ ഈ പോസ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വിടവാങ്ങൽ ചിത്രം എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസിന്റെ സായുധസേന അംഗമായ ഖാസം ബ്രിഗേഡാണ് ചിത്രങ്ങൾ പുറത്തിറക്കിയത്. 47 പേരുടെ മുഖങ്ങളാണ് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടതും. ഗാസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടരുന്നതിനിടയിലായിരുന്നു ഹമാസിന്റെ പുതിയ നീക്കമെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 1986 ലെബനോനിൽ കാണാതായതാ, അതുപോലെ പിന്നീട് 2016 കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത ഇസ്രായേലിന്റെ വ്യോമസേന ക്യാപ്റ്റനായ റോൺ ആധാറിന്റെ പേരാണ് ഈ പോസ്റ്ററിൽ മുഴുവനായും ബന്ദികൾക്കും ഹമാസ് നൽകിയിരിക്കുന്നത്.